തിരുവനന്തപുരത്ത് തോറ്റ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്റെ 18 വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നതൊന്നും ഇനി അമ്മയിലുള്ള ഒരു പരിപാടിക്കുമില്ല എന്ന് ഞാൻ വനവാസത്തിന് പോകുന്നു എന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളാണ് എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ 18 വർഷമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടി ഇനി അതിന്റെ ഒരു നേതൃത്വത്തിലേക്കും ഇല്ല, ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞിരുന്നാൽ ഇത്രയും ധൈര്യമില്ലാത്ത ഒരാളെയാണല്ലോ തിരുവനന്തപുരത്തുകാർ കഴിഞ്ഞ കുറെ കാലമായി ഏറ്റിക്കൊണ്ട് നടന്ന് ഈ മണ്ഡലത്തെ ഏൽപ്പിക്കാൻ പോയത് എന്ന് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. ഇപ്പൊ ആരെങ്കിലും വോട്ട് കൊടുത്തില്ല, തോറ്റുപോയി എന്ന് വെച്ച് കണ്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത കുറെ ആൾക്കാരില്ലേ? സുരേഷ് ഗോപിയെ കണ്ടുപിടിക്കണ ആ കാര്യത്തിൽ. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോറ്റില്ലേ? ഞാനങ്ങ് എടുക്കുക, തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് സൂപ്പറായിട്ട് നാണം കെട്ടിട്ട് അദ്ദേഹം തൃശ്ശൂർ ഇട്ടിട്ട് പോയോ? ഇല്ലല്ലോ. അദ്ദേഹം അവിടെ ചിട്ടയായി അന്ന് മുതൽ തൃശ്ശൂരിനൊപ്പം നിന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇന്ന് തൃശ്ശൂർ അങ്ങ് എടുക്കുമെന്ന് പറയേണ്ടി വന്നില്ല. ഇക്കുറി തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി എവിടെയും പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിനെ തൃശ്ശൂർക്കാരങ്ങ് കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപിക്ക്.